ആരായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തുന്നാസ, ആളുകളെ ഞാനൊന്ന് വീക്ഷിച്ചു നോക്കുകയാണ്, യദുമ്മു ബഅദുഹും ബഅദാ, ചില ആളുകളെ അതാ കുറ്റം പറഞ്ഞു നടക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. വയഗ്താബു ബഅദുഹും ബഅദാ, ചില ആളുകളെ പരദൂഷണം പറഞ്ഞു നടക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് എന്റെ ഗവേഷണത്തിലൂടെ എനിക്ക് കിട്ടിയത് മിനൽ ഹസദി, അസൂയയാൽ വന്നുഭവിച്ച രോഗമാണ്. ഫിൽ മാലി വൽ ജാഹി വൽ ഇൽം, ഒരാൾക്ക് നല്ല സമ്പത്തുണ്ട്, ആ സമ്പത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ. വൽ ജാഹി, ഒരാൾക്ക് നല്ല സ്ഥാനമാനങ്ങളുണ്ട്, ജനങ്ങൾക്കിടയിൽ അംഗീകാരമുണ്ട്, സ്വാധീനമുണ്ട്, ഞാൻ ഒരാൾക്കടുക്കലും കൊള്ളാത്തവനായല്ലോ. അതേപോലെ വൽ ഇൽമി, ഒരാൾക്ക് നല്ല അറിവുണ്ട്, എനിക്കാണെങ്കിൽ അതൊന്നുമില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ച് അസൂയ മൂത്തപ്പോ അസൂയയാൽ ഉണ്ടായി തീർന്നതാണ് ഈ ആക്ഷേപങ്ങളും പരദൂഷണങ്ങളും. മഹാനവറുകൾ പറയുന്നു, ഫതഅമ്മൽതു ഫീ ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരായത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. എന്താണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതെന്നറിയാമോ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹു സുബ്ഹാനഹു തആല ചില ആളുകളെക്കാൾ സ്ഥാനമാനങ്ങൾ കൊടുക്കുകയാണ്. അത് ചിലപ്പോ ധാരാളം സമ്പത്തിലാവാം, ഉന്നതമായ സ്ഥാനമാനങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് അറിവ് കൊടുക്കലൊക്കെ അത് പടച്ച റബ്ബ് ദുനിയാവിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ വിഹിതിക്കുന്നവരവനാണ്. ഒരാളെ പാവപ്പെട്ടവനാക്കുന്നതും ഒരാളെ വലിയ ധനാഢ്യനാക്കുന്നതും അല്ലാഹുവാണ്. ഒരാൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതും സ്ഥാനമാനങ്ങൾ തീരെ ഇല്ലാതാക്കുന്നതും അല്ലാഹുവാണ്. ഒരാൾക്ക് അറിവുണ്ടാവലും തീരെ അറിവില്ലാതിരിക്കലും ഇത് അല്ലാഹു നഹ്നു ഖസംനാ ബൈനഹും, ഈ ജനങ്ങൾക്കിടയിൽ ഇതൊക്കെ വിഹിതിച്ചു കൊടുക്കുന്നവൻ പടച്ച റബ്ബാണെന്നുള്ള ബോധം എനിക്ക് വന്നപ്പോ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ, ഫമാ ഹസത്തു അഹദാ, ഒരാളോടും പിന്നെ എനിക്ക് അസൂയ ഉണ്ടായിട്ടില്ല. ഞാൻ എന്തിനാണ് അസൂയ വെക്കുന്നത്? ഇത് അല്ലാഹുവല്ലേ അവന്റെ അടിമകൾക്കിടയിൽ കൊടുക്കുന്നത്. ഞാൻ അതിനുശേഷം ഒരാളോടും അസൂയ വെച്ചിട്ടില്ല. മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്.